ആശ്രമത്തിലെ ഗുരുവിനൊരു പൂച്ചയുണ്ടായിരുന്നു. പ്രാർത്ഥനാ സമയമാകുമ്പോൾ ഈ പൂച്ച ചാപ്പലിൽ കയറി ശല്യം ഉണ്ടാക്കും. അപ്പോൾ ഗുരു ചെയ്തത് പ്രാർത്ഥനയ്ക്കുള്ള മണിയടിക്കുമ്പോൾ ഈ പൂച്ച കെട്ടിയിടും, പ്രാർത്ഥന കഴിയുമ്പോൾ പൂച്ച അഴിച്ചിടും. അതൊരു ശീലമായി. കുറച്ചധികം വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ഗുരു മരിച്ചു. അപ്പോൾ ശിഷ്യന്മാർ ആ രീതി തുടർന്നു. പ്രാർത്ഥനയ്ക്ക് മുമ്പ് പൂച്ച കെട്ടിയിടും, പിന്നെ അഴിച്ചുവിടും. കുറച്ചും കൂടി വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ഈ പൂച്ച ചത്തുപോയി. ഉടനെ ശിഷ്യന്മാർ പുതിയ പൂച്ചയെ കൊണ്ടുവന്ന് ഈ കെട്ടിയിടൽ പരിപാടി തുടർന്നു. അവർ കരുതി പ്രാർത്ഥനയുടെ ഭാഗമാണ് ഈ പൂച്ചയെ കെട്ടിയിടലും അഴിക്കലും എന്ന്. നമ്മുടെ പല ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും നോക്കിയേ, ചില കാരണങ്ങൾ കൊണ്ടാണ് അതിനൊക്കെ തുടക്കം കുറിച്ചത്. പക്ഷേ ഇന്ന് ആ കാരണങ്ങൾ നിലനിൽക്കുന്നില്ലെങ്കിൽ പോലും നമ്മൾ ഈ ആചാരങ്ങൾ തുടർന്നുകൊണ്ട് വരുന്നുണ്ട്. അതിൻ്റെ അർത്ഥം എന്താണെന്ന് പോലും, എന്തിനത് ചെയ്യുന്നതെന്ന് പോലും നമുക്കറിയില്ലെങ്കിലും നമ്മളതിനു വേണ്ടി ഇങ്ങനെ ചില കടുംപിടുത്തങ്ങൾ പിടിക്കാറുണ്ട്.